വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പ്രളയം രൂക്ഷം. അസം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. പ്രളയക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം 52ആയി. ഉത്തരാഖണ്ഡിൽ കനത്ത മഴയെ തുടർന്ന് 8 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. രാജസ്ഥാനിലും വെള്ളപ്പൊക്കം. വിവരങ്ങളുമായി ജിൽബി ചേരുകയാണ് ദില്ലിയിൽ നിന്ന്. ജിൽബി, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും ചില പ്രധാനപ്പെട്ട ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും മഴയും മഴക്കെടുതിയും രൂക്ഷമാവുകയാണ്. മരണസംഖ്യയും ഉയർന്ന സാഹചര്യമാണ്. പലയിടങ്ങളിലും ഇപ്പോഴും രൂക്ഷമായ വെള്ളപ്പൊക്കവും. മനു, തീർച്ചയായും അതായത് രാജ്യത്ത് പല സംസ്ഥാനങ്ങളിലും അതിശക്തമായ മഴ തുടരുകയാണ്. ഒപ്പം മഴക്കെടുതിയും രൂക്ഷമാണ്. അസമിലാണ് സ്ഥിതി അതീവ ഗുരുതരമായി തുടരുന്നത്. അവിടെ മരണസംഖ്യ ഉയരുന്നു. 50-ലേറെ ആയിരിക്കുകയാണ്. 24 ലക്ഷം പേരെയാണ് പ്രളയം ബാധിച്ചിരിക്കുന്നതെന്നാണ് സർക്കാരിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. നിരവധി ഗ്രാമങ്ങൾ വെള്ളത്തിനടിയിലാണ്. കാസിരംഗ ദേശീയ ഉദ്യാനം മുങ്ങിയിരിക്കുകയാണ്. അത്തരത്തിൽ ഗുവാഹത്തിയിലടക്കം വലിയ രീതിയിൽ വെള്ളപ്പൊക്കവും രൂക്ഷമായിരിക്കുകയാണ്. അതേസമയം മറ്റ് സംസ്ഥാനങ്ങളിലും ഈ മിസോറാം, അരുണാചൽ പ്രദേശ്, മണിപ്പൂർ തുടങ്ങിയ സംസ്ഥാനങ്ങളിലും പ്രളയ സമാന സാഹചര്യം തന്നെ നിലനിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ ഉത്തരാഖണ്ഡില് കനത്ത മഴ തുടർന്ന് 8 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഗതാഗത തടസ്സം രൂപപ്പെട്ടിട്ടുണ്ട്. പല ഇടങ്ങളിലും മണ്ണിടിച്ചിൽ രൂക്ഷമായിരിക്കുകയാണ്. അതുപോലെ രാജസ്ഥാനിലും പല സ്ഥലങ്ങളിലും വെള്ളപ്പൊക്കമുണ്ട്. അമർനാഥ് യാത്ര ഇപ്പോൾ ഈ കനത്ത മഴയെ തുടർന്ന് താൽക്കാലികമായി നിർത്തിവെച്ചു എന്നുള്ള വിവരവും പുറത്തുവരുന്നുണ്ട്. മനു, ശരി, ജിൽബി വിവരങ്ങൾ നൽകി.